LPSA UPSA പറ്റി പറയുമ്പോഴേ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇപ്പം നേരത്തെ പഠിക്കണോ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങേണ്ടത് എങ്ങനെയാണ്? ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് LPSA UPSA പറ്റി കേട്ടിട്ട് നേടിയിട്ടും സീരിയസ് ആയിട്ട് ചിന്തിക്കാത്തവരോടാണ്. ഒരുപാട് സമയം കയ്യിലുണ്ട്, നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് പലരുടെയും വിചാരം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു സ്കൂളിൽ പഠിച്ചതുപോലൊന്നുമല്ല ഒരു PSC എക്സാം എന്ന് പറയുന്നത്. ആ PSC എക്സാമിന് എന്താ വേണ്ടത്? കുറച്ചധികം നാളത്തെ പരിശീലനം ആവശ്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിന് അങ്ങനെ ഒരു പരിശീലനം ആവശ്യമെന്ന് പറയുന്നത്? പരിശീലനം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നാളും സ്കൂളുകളിലൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? ഒരു സിലബസ് നൽകുന്നു, ആ സിലബസിനകത്തുള്ള കാര്യങ്ങൾ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നു, നമുക്കറിയാം ആ ഏരിയ എന്താണ്, ആ പാഠപുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ കോമ്പറ്റിറ്റീവ് എക്സാമിൽ അങ്ങനെയല്ല. നമുക്ക് തരുന്നത് ഒരു ടോപ്പിക്ക് മാത്രമാണ്. കേരള ചരിത്രം, പഴശ്ശിരാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴശ്ശിരാജയുമായി ബന്ധമുള്ള ഒരു വ്യക്തി, ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുമായി ബന്ധമുള്ള എന്തും ചോദിക്കാം. അത് ഏത് പുസ്തകത്തിൽ നിന്നും ചോദിക്കാം, ഏത് വിക്കിപീഡിയയിൽ നിന്നും ചോദിക്കാം, ഏത് റിസോഴ്സിൽ നിന്നും ചോദിക്കാം, അല്ലേ? അപ്പം നമുക്ക് ആ പഠനത്തിൻ്റെ വ്യാപ്തം മനസ്സിലാക്കുക, നമ്മൾ എത്രമാത്രം നേരം അതിനു വേണ്ടി ഇരിക്കണമെന്ന് മനസ്സിലാക്കുക. അതാണ് കോമ്പറ്റിറ്റീവ് എക്സാമിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഈ കോമ്പറ്റിറ്റീവ് എക്സാമിന് നമ്മൾ തുടങ്ങുമ്പോൾ എന്താണ്, നമുക്ക് കേൾക്കുന്നതെല്ലാം നെഗറ്റീവേ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ പറയത്തില്ലേ, നമ്മളൊരു ഗർഭിണിയാണെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാം ഗർഭിണികളായിരിക്കും. ഇനി നമ്മുടെ കയ്യിലൊരു കുഞ്ഞുണ്ടെങ്കിലോ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ കാണുന്ന എല്ലാം കുഞ്ഞുങ്ങളെ കാണും എന്ന് പറഞ്ഞതുപോലെ കോമ്പറ്റിറ്റീവ് എക്സാമിന് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ പിന്നെ കാണുന്നതെല്ലാം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരും. സ്വാഭാവികം തന്നെയാണ്. അതിൽ കുറച്ചത് നല്ലതുണ്ടായിരിക്കും, കുറച്ചത് ചീത്തയുണ്ടായിരിക്കും. അന്നേരം എന്താണ്, നമ്മളിങ്ങനെ ഒരു സ്റ്റഡിയായിട്ടൊക്കെ പഠിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ പെട്ടെന്ന് അങ്ങ് ഡൗൺ ആകും. പ്രത്യേകിച്ച് എക്സാമിന് നോട്ടിഫിക്കേഷനൊന്നും വന്നിട്ടില്ല എന്നറിയുമ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാരും എന്തായിരിക്കും, ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളവിടെ പരാജിതരാകുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാതെ പോകുമ്പോൾ. എല്ലാവർക്കും സ്വാഭാവികമായിട്ട് കൺസിസ്റ്റൻസി എപ്പോഴും ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു 4-5 ആഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നതിനെ നമ്മളോട് തന്നെ പറയണം, ദേ ഈ പോകുന്ന പോക്ക് ഇങ്ങനെ ശരിയല്ല, നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ പഠിച്ച് കയറുന്നുണ്ട്, LP ഒക്കെ ഇങ്ങ് വരും, UP ഒക്കെ ഇങ്ങ് വരും, ആ സമയം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, ഇപ്പോഴേ നമുക്ക് പഠിക്കാം. പഠിക്കുന്നവരോടെല്ലാം എനിക്ക് പറയാനുള്ളത് അതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാട്ടങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം തിരിച്ച് നിങ്ങളെ തന്നെ വിളിച്ചുകൊണ്ട് വരിക. എന്നിട്ട് എന്ത് പറയുക? വീണ്ടും പുസ്തകത്തിൻ്റെ ഫ്രണ്ടിലിരിക്കുക, പഠിച്ചു തുടങ്ങുക. LPSA UPSA പഠിക്കുമ്പം വേണ്ട മറ്റൊരു കാര്യം, നല്ലൊരു SCERTയുടെ കളക്ഷൻസ് വേണം. അതായത് SCERTയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അടയാളപ്പെടുത്തുക, വീണ്ടും വായിക്കുക, അതിലെ നോട്ട് കുറിച്ചു വയ്ക്കുക. അത് ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം വന്നാലും അതിൻ്റെ ഒരു പ്രോബ്ലമാറ്റിക് ചോദ്യങ്ങൾ വന്നാലും പ്രത്യേകിച്ച് സയൻസ് പോർഷൻസ് അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. നമ്മളൊരു ആറ്റം എന്ന് പറഞ്ഞൊരു റാങ്ക് ഫയലിൽ വായിച്ചാൽ നമുക്കവിടെ കിട്ടത്തില്ല. ആറ്റത്തിനെ ബേസ് ചെയ്ത പ്രോബ്ലംസും ഒക്കെയും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അത് പാഠപുസ്തകത്തിൽ നിന്ന് തന്നെ പഠിക്കുക. അപ്പോൾ SCERT നല്ല രീതിയിൽ യൂസ് ചെയ്യണം ഈ സമയത്ത്. പിന്നെന്താണ്, ഒരു മത്സര പരീക്ഷയിൽ നമുക്ക് ഒരു വിഷയവും ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. SCERT പഠിച്ചെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ പ്രയാസമുള്ള വിഷയങ്ങൾ നന്നായി പഠിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെയുള്ള സമയമാണിത്. നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ എന്തായി, ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ ഫെബ്രുവരി തൊട്ട് ഇനി എന്തേ ഉള്ളൂ, ഇനി നമ്മുടെ കയ്യിലുള്ളത് കൂടിയാൽ എണ്ണിയാലുള്ള 10 മാസത്തിനുള്ളിൽ നമുക്ക് എന്ത് വരും? അടുത്ത നോട്ടിഫിക്കേഷൻ വരും, അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് തന്നെ നമുക്കൊരു ജൂണിലെങ്കിലും പോർഷൻസ് തീരുന്ന രീതിയിൽ പഠിച്ചു തുടങ്ങുക. ഈ പറഞ്ഞ നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി, അതായത് നിങ്ങൾ ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ നിങ്ങളെ വഴക്ക് പറഞ്ഞ് നിങ്ങളുടെ വീട്ടുകാരെ വിളിച്ച് നിങ്ങളെ അടിച്ച് പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഞങ്ങളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. LPSA UPSA നേടാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ, അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്ന രീതിയിൽ ഫെബ്രുവരി മാസത്തിൽ പുതിയ ബാച്ച് ഞങ്ങൾ കൊണ്ടുവരുന്നു. അപ്പം ഞാനും ഉണ്ടാകും അധ്യാപികയായിട്ട്. അതിനകത്ത് വളരെ കുറച്ച് കുട്ടികൾ ഇൻഡിവിജ്വൽ മെൻറ്റർ നിങ്ങളെ വിളിച്ച് എന്താ പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം, ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ എന്താണ്, ഇതിൽ എന്തൊക്കെ SCERT നിന്ന് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നിങ്ങൾക്ക് ജോലിയോടൊപ്പവും പഠിക്കാൻ പറ്റും. അപ്പോൾ അടിപൊളി ബാച്ചാണ് അത്.
എന്താ ഇപ്പോഴാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഫെബ്രുവരി മാസത്തിലെ അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. തുടങ്ങിക്കോ, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിക്കോ CCയോടൊപ്പം. എന്നാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അപ്പം നമുക്ക് ഒരു ലാഗുമില്ലാതെ LPSA UPSA നേടാൻ പറ്റും. അപ്പം എല്ലാവരും നല്ല കുട്ടികളായിട്ടിരിക്കുക, നന്നായി പഠിച്ചു തുടങ്ങിയ ഇനി എന്താ നമുക്ക് ഈ ജോലി നേടിയെടുക്കാം.